ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല പരമ്പരാഗതമായിട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു മീൻകറിയാണ് വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഈ രീതിയിലായിരുന്നു മീൻകറി വെച്ചുകൊണ്ടിരുന്നത്. മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാം മുളക് വറുത്ത് മല്ലിയൊക്കെ വറുത്താണ് മീൻകറി ഉണ്ടാക്കിയിരുന്നത്. അതുപോലെയുള്ള രുചികരമായിട്ടുള്ളൊരു മീൻകറിയാണ് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മീൻ കറി വെക്കുന്നതിന് ഞാൻ 1 കിലോ മോത വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. മീൻ കറിയുടെ അരപ്പുണ്ടാക്കുന്നതിന് ഞാൻ മുളക് പൊടിയൊന്നും അല്ല എടുക്കുന്നത്. മുളകൊക്കെ വറുത്ത് പണ്ട് നമ്മുടെ വീടുകളിൽ വെച്ചിരുന്ന പോലത്തെ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ചുമന്ന മുളക് ഒരു 10-15 എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ മീൻകറിക്ക് ഒരു മായമോ ഒന്നുമില്ല. നല്ല രുചിയുള്ള ഒരു മീൻകറി നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ മുളക് നമ്മൾ കരിഞ്ഞു പോകാതെ മല്ലിയെല്ലാം നല്ല പരുവത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. വറുത്തെടുത്ത മുളക് മല്ലിയും തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് മിക്സിയുടെ ജാറിൽ മുളകും മല്ലിയും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനൊരു 5 കഷ്ണം പുളി നല്ല ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതും നമുക്ക് മാറ്റി വെക്കാം. മീൻകറി നമുക്ക് വെക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാകാനായിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി ഉള്ളി അരിഞ്ഞതും 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴന്നു വരുന്ന ഉള്ളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ചത്. ഇത് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കഴുകി അരച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് വഴറ്റാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അരച്ചെടുത്ത മുളകും മല്ലിയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഈ അരപ്പൊന്ന് വഴറ്റാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അരപ്പൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. മിക്സി കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ഉള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. മീൻ കറിയുടെ അരപ്പെല്ലാം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നന്നായിട്ടിതൊന്ന് ഇളക്കിയെടുക്കാം. ആ മീൻകറി കാണുമ്പോഴേ അറിയാം. മുളക് വറുത്തരച്ച് വെച്ചതിൻ്റെ പ്രത്യേകത മീൻകറി കാണുമ്പോഴേ നമുക്കറിയാം. നന്നായിട്ട് മീൻ കഷ്ണമെല്ലാം ഇതിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്. നേരൊക്കെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. മീൻ തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവി ഇടാറില്ല. നമുക്ക് അടച്ചു വെച്ച് മീൻകറി ഒന്ന് വെന്തെടുക്കാം. ഈ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന മീൻകറിയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് മീൻ വെന്തെടുക്കാം. നമുക്ക് മീൻകറി ഒന്ന് നോക്കാം. എനിക്ക് എണ്ണയെല്ലാം തെളിഞ്ഞ് മീൻകറി നല്ല റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ
ബായ്.